ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം പീതാംബരങ്കര വിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. ഓം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീ സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം വിശ്വസ്മൈ നമഃ. ഹരി ഓം. ശ്രീമദ് നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. ഇന്ന് നമ്മൾക്ക് പഠിക്കേണ്ടത് 22ാമത്തെ ദശകം. 22ാമത്തെ ദശകത്തിൽ ഭാഗവതം 6ാമത്തെ സ്കന്ധത്തിലെ 1, 2, 3 അധ്യായങ്ങളിലുള്ള കാര്യങ്ങൾ 11 ശ്ലോകങ്ങൾ കൊണ്ട് മേൽപ്പത്തൂർജിയുടെ പറഞ്ഞിരിക്കുന്നു. ഈ അധ്യായത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് 22ാം ദശകത്തിൻ്റെ ലക്ഷണം പോഷണമാണ്. പുഷ്ടി, പോഷണം. അത് ഭഗവാൻ തന്നെയാണല്ലോ പോഷണം ചെയ്യുന്നത്. അപ്പം 5ാം സ്കന്ധത്തിൽ 26ാമത്തെ അധ്യായത്തിൽ നരകവർണ്ണന വിശദീകരിച്ച് കേട്ടപ്പോൾ പരീക്ഷിത്ത് രാജാവിന് സംശയങ്ങളുണ്ടായി. അപ്പോൾ പരീക്ഷിത്ത് രാജാവ് ഒരു ചോദ്യം ചോദിക്കുന്നു. നരകത്തിൽ ഇന്ന കർമ്മങ്ങൾ ചെയ്താൽ നരകത്തിൽ പോകുമെന്ന് വിശദീകരിച്ചപ്പോൾ പാപങ്ങൾ ചെയ്താൽ, അതിന് പശ്ചാത്താപം ചെയ്താൽ പാപം മാറുമെങ്കിൽ ജനങ്ങൾ പാപം ചെയ്തുകൊണ്ടിരിക്കും, പിന്നെയും അത് പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ തുടരില്ലേ? ഇങ്ങനെ ഒരു സംശയം ചോദിച്ചുകൊണ്ടാണ് ഈ ഇതിൽ തുടങ്ങുന്നത്. അപ്പോൾ 22ാമത്തെ ദശകത്തിന് ഒരു ഭഗവാന്റെ പേരിൻ്റെ മാഹാത്മ്യം, ഭഗവൻ നാമമാഹാത്മ്യത്തെ കുറിക്കുന്ന ഒരു കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ കഥയിലൂടെ എന്താണ്, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഓരോ ശ്ലോകം വായിച്ച് അതിൻ്റെ അർത്ഥവും പിരിച്ചു പറയലും എല്ലാം ചെയ്ത് നമുക്ക് പോകാം. എത്ര ശ്ലോകം എടുക്കാൻ പറ്റുമോ, ഇതിൽ പറ്റുന്ന എത്രയും നോക്കാം. നമുക്ക് 3, 4 നോക്കട്ടെ. അപ്പോൾ ആദ്യത്തെ ശ്ലോകമാണ് ഇവിടെ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. അഥ ശ്രീമന് നാരായണീയ ദശകം 22 അജാമിളോപാഖ്യാനം. 6ാമത്തെ സ്കന്ധത്തിലാണ് ഇത്. 1, 2, 3 അധ്യായങ്ങളിൽ. 6ാം സ്കന്ധം 19 അധ്യായങ്ങളുണ്ട്. അതിൽ 1, 2, 3ലാണ് ഈ കഥയുള്ളത്, ഈ അധ്യായത്തിലുള്ള കഥ വരുന്നത്. 11 ശ്ലോകങ്ങൾ കൊണ്ട് മേൽപ്പത്തൂർജി പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ ശ്ലോകം. അജാമിളോ നാമ മഹീസുരപുര ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമീ ഗുരോർഗിരാ കാനനമിത്യദൃഷ്ടവാൻ സുദൃഷ്ടശീലാങ്കുലടാം മദാകുലാം. അജാമിളഃ നാമ മഹീസുരഃ പുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗ്രഹാശ്രമീ ഗുരോഃ ഗിരാ കാനനം ഏത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുലടാം മദാകുലാം. പുര, പണ്ട്. വിഭോ എന്ന് സംബോധനയുണ്ട്. അല്ലയോ ഗുരുവായൂരപ്പ, പണ്ട് അജാമിളൻ എന്നു പേരുള്ള മഹീസുരൻ, മഹിഭൂമിയാണ്, സുരൻ ദേവനാണ്, ഭൂമിദേവൻ, ഒരു ബ്രാഹ്മണൻ എന്നർത്ഥം. അപ്പോൾ അജാമിളൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ആ ബ്രാഹ്മണൻ ധർമ്മപഥാൻ ഗ്രഹാശ്രമീചരൻ, ഗ്രഹാശ്രമിയായി, ഗൃഹസ്ഥ ആശ്രമ നയിക്കുന്നവനായി, ധർമ്മപഥത്തിലൂടെ ചരിക്കുന്നവനായിരുന്നു. എല്ലാ ധർമ്മങ്ങളും
നോക്കി നല്ല വഴിക്ക് ഗൃഹസ്ഥാശ്രമം കൊണ്ടുപോകുന്ന നല്ലൊരു ഗൃഹസ്ഥനായിരുന്നു ആ അജാമിളൻ എന്നു പേരുള്ള ബ്രാഹ്മണൻ. ഗുരോഹോ ഗിര. ഇവിടെ ഗുരു എന്ന് പറഞ്ഞത് നമ്മുടെ ഗുരുക്കന്മാരിൽ ആദ്യത്തെ ഗുരു അച്ഛനമ്മമാരാണ്. അപ്പം ഗുരോഹോ എന്ന് ഇവിടെ പറഞ്ഞത് അച്ഛൻ എന്ന് എടുക്കാം. അച്ഛൻ്റെ ഗിര എന്ന് പറഞ്ഞാൽ വാക്കുകൾ. അച്ഛൻ്റെ വാക്ക് കേട്ട് കാനനം എത്തിയ. കാനനം ഗുരഹ ഗിരായാണ് ഗുരോർ ഗിരയായി മാറിയത്. അപ്പോൾ ഗുരോഹോ ഗിര. കാനനം ഏത്യ. കാനനം എന്ന് പറഞ്ഞാൽ കാട്. ഏത്യ എന്ന് പറഞ്ഞാൽ ചെന്നിട്ട്. അപ്പോൾ കാട്ടിൽ ചെന്നിട്ട് ദൃഷ്ടവാൻ എന്ന് പറഞ്ഞാൽ കണ്ടു. ആരെയാ കണ്ടത്? സുദൃഷ്ടശീലാം. ദൃഷ്ടം എന്ന് പറഞ്ഞാലേ അടക്കമില്ലാത്തവൾ, ഒരു എന്താ പറയുക, ചഞ്ചലയായവൾ, അടക്കമില്ലാത്തവൾ. കുലടയാണവൾ എന്ന് പറഞ്ഞാൽ കുലത്തിൽ ഇതല്ല, വ്യഭിചാരിണി എന്ന് ശരിക്കുള്ള വാക്ക്. മതാകുല എന്ന് പറഞ്ഞാലോ മതാലസ, അഹങ്കാരി, തെറിച്ചവൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, തെമ്മാടി എന്നൊക്കെ, അത് തന്നെ മതാകുല. മതാലസയും കുലടയും വേശ്യയുമായ ഒരു സ്ത്രീയെ കണ്ടു എന്ന് ആദ്യത്തെ ശ്ലോകം. അജാമിളോ നാമ മഹീസുരപുര ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമീ ഗുരോർഗിരാകാനനമേത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുലടാം മതാകുലാം. അടുത്ത ശ്ലോകം. സ്വതപ്രശാന്തോപി തഥാ ഹൃദാശയഃ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമന്ന അധർമ്മകാരീ ദശമീ ഭവൻ പുനഃ ദധൗ ഭവൻ നാമയുതേ സുതേരതീം. വാക്കുകൾ. സ്വതഃ പ്രശാന്തഃ അപി തഥാ ആഹൃദാശയഃ സ്വധർമ്മം ഉത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരി ദശമി ഭവൻ പുനഃ ദധൗ ഭവത് നാമയുതേ. ഭവൻ നാമയുതേ. ത പ്ലസ് നാ വന്നപ്പോൾ അത് ഇന്നായി മാറി. ഭവൻ നാമയുതേ സുതേരതി. സ്വതഃ എന്ന് പറഞ്ഞാൽ സ്വതവേ, സ്വന്തമായിട്ട്. പ്രശാന്തോപി പ്രശാന്തനാണെങ്കിലും, പ്രശാന്തഃ അപി പ്രശാന്തനായിരുന്നെങ്കിലും, തഥാഹൃദാശേഖ അപ്പോൾ അവളാൽ, തയാ എന്ന് പറഞ്ഞാൽ തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ, ആഹൃദാശേഖ അവളിൽ ആകർഷിക്കപ്പെട്ട്. ആഹൃതം എന്ന് പറഞ്ഞാൽ വലിച്ചഴയ്ക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ആകർഷിക്കപ്പെട്ട സ്വധർമ്മമുത്സൃജ്യ അദ്ദേഹം അവളിൽ ആകർഷിക്കപ്പെട്ട് സ്വതവേ ശാന്തനായിരുന്നെങ്കിലും സ്വധർമ്മം ഉത്സൃജ്യ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു, ത്യജിച്ചു. സ്വധർമ്മം, തൻ്റെ ധർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചു. ഒരു ബ്രാഹ്മണൻ സന്ധ്യാവന്ദനം ചെയ്യണം, ഗായത്രി മന്ത്രം ചൊല്ലണം, ഇതൊക്കെ ചെയ്യേണ്ട ചില ധർമ്മങ്ങളും ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്, ഉപനിഷത്തിലെല്ലാം പറയും. അപ്പോൾ അതൊക്കെ ചെയ്യണം. അതൊന്നും ചെയ്യാതെ എല്ലാം മറന്ന് തൻ്റേതായ ധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് തയാ സമാരമൻ, തയാ അവളിൽ രമിച്ചു. സമാരമന് സമ്യക്കായി രമിച്ചു എന്ന് പറഞ്ഞാലോ നന്നായിട്ട് രമിച്ചു വാണു, സുഖമായി താമസിച്ചു. അധർമ്മകാരിയായ അവൾ ദശമീ ഭവൻ പുനഃ വീണ്ടും അവസാന കാലത്ത്, ദശമി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുത്രന്മാരുണ്ടായി എന്ന്, ദശമീ ഭവൻ എന്ന് പറഞ്ഞാൽ പുത്രന്മാരുണ്ടായി എന്നൊരർത്ഥം എടുക്കാം. ഇവിടെ ദശമി എന്നുള്ളത് നമുക്ക് വാർദ്ധക്യ സമയത്ത്, അവസാന കാലത്ത് എന്നെടുക്കാം. വാർദ്ധക്യം വന്നപ്പോൾ അവസാന കാലത്ത് വീണ്ടും പുനഃ ദധൗ ഭവന്നാമയുതേ സുതേരതി. വാർദ്ധക്യമായപ്പം ഏറ്റവും ഇളയ പുത്രന്
ഭഗവാന്റെ പേരാണ് ഇട്ടിരുന്നത്. ഭവൻ നാമം. ഭവത് നാമാണ്, ത പ്ലസ് നാമെന്ന് 14 മാറി. അങ്ങയുടെ ഭഗവാന്റെ നാമത്തെ ആ പുത്രന് പേരിട്ടു, ഭഗവാന്റെ പേരിട്ടു നാരായണനെന്ന്. അപ്പം സുതൻ, ആ സുതനിൽ രതീൻ, രതി എന്ന് പറഞ്ഞാൽ ആ മകനോട് നല്ല താല്പര്യമായിരുന്നു ഈ രാജാവിന്. അപ്പം അധർമ്മകാരി ദശമീ ഭവൻ പുനഃ ദതൗ ഭവൻ നാമയുതേ സുതേ രതി. ഈ സ്വതവേ തന്നെ ശാന്തനായിരുന്നിട്ടും അവളാൽ വലിച്ചിഴയ്ക്കപ്പെട്ട് സ്വധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവളിൽ രമിച്ച് അധർമ്മകാരിയായി ഭവിച്ചു ആ അജാമിളൻ. പുത്രന്മാരും ഒക്കെ ഉണ്ടായി. അതിലേറ്റവും ഇളയ പുത്രനായ മകനിൽ കുറച്ച് താല്പര്യം കൂടുതലുണ്ടായിരുന്നു. നാരായണൻ എന്നായിരുന്നു ആ പുത്രൻ്റെ പേര്. സ്വതപ്രശാന്തോവി തഥാഹൃദാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനഃ ദധൗ ഭവൻ നാമയുതേ സുതേ രതീം. അടുത്ത ശ്ലോകം. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാൻ സ്ത്രീൻ അഭിലക്ഷയൻ ഭിയാ പുരാമനാക്ത്വത് സ്മൃതിവാസനാബലാത് ജുഹാവ നാരായണ നാമകം സുതം. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാൻ ത്രീൻ അഭിലക്ഷയൻ. ത്രീൻ മൂന്ന് പേര്, ഭയങ്കരന്മാരായ 3 പേര്. അഭിലക്ഷയൻ കണ്ടിട്ട്, കണ്ണുകൾ കൊണ്ട് കാണുന്നതിനെ അഭിലക്ഷ എന്ന് പറയാം. കണ്ടിട്ട് ഭിയ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ട്, പുരാ മനാക് ത്വസ്മൃതി വാസനാബലാത്, പണ്ട് സ്വൽപ്പം മനസ്സിൽ എവിടെയോ ഭഗവാനോടുള്ള സ്മൃതി ഉണ്ടായിരുന്നു, കുറച്ച് സുഹൃതം ബാക്കിയുണ്ടായിരുന്നത് കൊണ്ട്, ആ വാസനാബലം കൊണ്ട് ജുഹാവ എന്ന് പറഞ്ഞാൽ ആഹ്വാനം ചെയ്തു. ആഹ്വാനം ചെയ്യുക എന്ന് പറഞ്ഞാലോ വിളിച്ചു എന്നർത്ഥം. നാരായണ നാമകം സുതം, ആ നാരായണൻ എന്ന് പേരുള്ള മകനെ വിളിച്ചു. അപ്പോൾ കുറച്ച് ഭഗവാനെ പണ്ട് ഭജിച്ചിരുന്ന കൊണ്ട് കുറച്ച് സുഹൃതമൊക്കെ ഉണ്ടായി. ആ സുഹൃതം കൊണ്ട് ഇളയ മകനായ നാരായണൻ എന്ന് പേരുള്ള മകനെ നീട്ടി വിളിച്ചു നാരായണ എന്ന്. സമൃത്യുകാലേ, ആ മരണകാലമെടുത്തപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം മരണം അടുത്തപ്പോൾ, മരണകാലം വന്നപ്പോൾ, യമരാജൻ്റെ കിങ്കരന്മാരായ ഭയങ്കരന്മാരായ സ്ത്രീൻ അഭിലക്ഷൻ 3 പേര്. അവിടെ സ്ത്രീൻ അഭിലക്ഷ എന്നൊക്കെ കണ്ടിട്ട് സ്ത്രീ ആണെന്നൊന്നും വിചാരിക്കേണ്ട. ഭയങ്കരന്മാരായ 3 പേര്. ആ അനുസ്വാരം അവിടുന്ന് പോയിട്ട് സായയുടെ സൗണ്ട് വരും. ആ ത്രീ എന്നുള്ള തായല്ല പിന്നെ വന്ന, അതുകൊണ്ട് അത് സന്ധി നിയമമാണ്. ഭയങ്കരാൻ സ്ത്രീൻ അഭിലക്ഷ, ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം അത് വായിക്കാൻ, അല്ലാതെ സ്ത്രീ എന്നോർത്ത് വായിക്കാൻ പാടില്ല. ഭിയ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ട്. അപ്പോൾ ഈ യമകിങ്കരന്മാരെ കണ്ട് ഭയപ്പെട്ട്, പണ്ട് മനാക്ക് മനസ്സിൽ, ത്വസ്മൃതി വാസനാബലാത് അങ്ങയുടെ ഓർമ്മ, സ്മൃതി, വാസനാബലാത് അങ്ങയോടുള്ള ആ ഓർമ്മ കൊണ്ട്, അല്ലെങ്കിൽ എന്തോ സുഹൃതം പണ്ട് ചെയ്തിരുന്നത് കൊണ്ട്, ഭഗവാനോട് സ്മരണയുണ്ടായിരുന്നതുകൊണ്ട്, ആ വാസനാബലം കൊണ്ട് ജുഹാവ നാരായണ നാമകം സുതം, ആ നാരായണൻ എന്നു പേരുള്ള മകനെ വിളിച്ചു നാരായണ എന്ന്. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാൻ സ്ത്രീൻ അഭിലക്ഷയൻ ഭിയാ പുരാമനാക്ത്വസ്മൃതിവാസനാബലാത്.
ജുഹാവ നാരായണ നാമകം സുതം. അടുത്തത് അടുത്തൂടെ എടുക്കാം. ദുരാശയസ്യാപി തദാസ്യ നിർഗതസ്തുതീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിപേതുർഭവദീയ പാർഷദാഃ ചതുർഭുജാ പീതപടാ മനോഹരാഃ. ദുരാശയസ്യാപി, ദുരാശയൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടമനസ്സോടുകൂടിയവനായിരുന്നിട്ടും, തഥാ ആസ്യം, ആസ്യം എന്ന് പറഞ്ഞാൽ വായ, വദനം, വധിക്കുന്നത്, വായ കൊണ്ടല്ലേ പറയുന്നതാണ് തഥാസ്യം. തഥാസ്യ നിർഗതത്വതീയ, അവിടെ പുസ്തകത്തിൽ തഥാത്വ എന്നൊക്കെ വാക്കുണ്ടായിരിക്കും, അതിനെ സിയാക്കുക, ആസ്യം, വായ എന്നർത്ഥം. തദാസ്യ നിർഗതത്വതീയ, ആ വായിൽ നിന്ന് പുറപ്പെട്ട വാക്ക്, ത്വതീയ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ, അങ്ങയുടെ നാമാക്ഷരമാത്ര, നാമം, അങ്ങയുടെ നാമം നാരായണ എന്ന 4 അക്ഷരമുള്ള ആ പേര്, ആ പേരിൻ്റെ വൈഭവം കൊണ്ട്, ത്വതീയ നാമാക്ഷരമാത്ര വൈഭവാത്. അപ്പോൾ നാരായണ എന്ന 4 അക്ഷരത്തിൻ്റെ മാത്രം സാമർഥ്യം കൊണ്ട് അല്ലെങ്കിൽ വൈഭവം കൊണ്ട് പുരഹ അഭിഭേദുഹു, പുരഹ അഭിഭേദുഹു, പുരഹ എന്ന് പറഞ്ഞാൽ മുൻപിൽ, അഭിഭേദു എന്ന് പറഞ്ഞാൽ ചാടി വീണു, അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ചാടി വീണു. ആര്? ഭവദീയ പാർഷദാഹ, വിഷ്ണു പാർഷദന്മാർ. അപ്പം ആ പണ്ട് ഉണ്ടായിരുന്ന സ്മരണ, ഭഗവാനോടുള്ള ആ ഇതിൻ്റെ ഒരു ചെറിയ സുഹൃതം കൊണ്ട് ഇളയ മകന് പേരിട്ടു നാരായണ എന്ന്. കാലനും കാലൻ്റെ പാർഷദന്മാരും വന്നു, അവരെ കണ്ട് പേടിച്ച് ഇളയ മകനോട് ഇച്ചിരി താല്പര്യം ഉണ്ടായിരുന്നു. ആ പേര്, മകൻ്റെ പേര് നീട്ടി വിളിച്ചു. 4 അക്ഷരം വരുന്ന നാരായണ എന്ന പേര് നീട്ടി വിളിച്ചു. അപ്പോൾ ആ ശബ്ദം പുറത്തു വന്നപ്പോൾ ഭഗവാന്റെ പാർഷദന്മാർ മുൻപിലേക്ക് ചാടി വീണു. യമകിങ്കരന്മാരുടെ മുമ്പിലേക്ക് ഈ ഭഗവാന്റെ പാർഷദന്മാർ വന്നു. അതെങ്ങനെയുള്ളവരായിരുന്നെന്ന ചതുർഭുജാഹ, 4 കൈകളോട് കൂടിയതും, പീതപ്പട, പട എന്നിവിടെ പറഞ്ഞാൽ വസ്ത്രം, പീതപ്പട എന്ന് പറഞ്ഞാൽ മഞ്ഞ വസ്ത്രം, മഞ്ഞപ്പട്ട് ധരിച്ചതും, 4 കൈകളോട് കൂടിയതും, മനോഹരാഹ, മനോഹരന്മാരും, മനോരമ എന്നും മനോഹര എന്നും ഉണ്ട്, ഏത് വേണേലും എടുക്കാം. രമ എന്നാണെങ്കിൽ രമിപ്പിക്കുന്നവൻ, മനസ്സിനെ രമിപ്പിക്കുന്നവൻ എന്നെടുക്കാം. മനോഹര എന്നാണെങ്കിൽ സുന്ദരന്മാർ, മനോഹരന്മാരായ ആ ഭഗവാന്റെ പാർഷദന്മാർ ചാടി വീണു. പക്ഷേ മഞ്ഞപ്പട്ടും 4 കയ്യും ഒക്കെ ഉണ്ടെങ്കിലും പാർഷദന്മാർക്ക് 2 കാര്യങ്ങളില്ല ഭഗവാന്റെ. അത് ഭഗവാന് മാത്രമേ ഉള്ളൂ. എന്താണ്? കൗസ്തുഭവും ശ്രീവത്സം എന്ന മറുകും, അത് 2ഉം ഇല്ല. അത് ഭഗവാന് മാത്രമേ ഉള്ളൂ. അത് 2ഉം ഇല്ലാത്ത പാർഷദന്മാർ ചാടി വീണു. ദുരാശയസ്യാപി തദാസ്യ നിർഗതത്വതീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിഭേദുർഭവദീയ പാർഷദാഃ ചതുർഭുജാ പീതപടാ മനോഹരാഃ. 4 ഇത് മതി. ഇനി നമുക്കത് 4 ശ്ലോകങ്ങളും വായിച്ച് ഒരിക്കൽ കൂടി അർത്ഥം എന്നാന്നൊന്നുകൂടി ഒന്ന് നോക്കാം. ഷഷ്ഠസ്കന്ധം. അഥ ശ്രീമന്നാരായണീയ ദശകം 22. അജാമിളോപാഖ്യാനം. അജാമിളോ നാമ മഹീസുരപുര ചരൻ വിഭോ ധർമ്മപതാൻ ഗ്രഹാശ്രമീ ഗുരോർഗിരാകാനനമീത്യദിഷ്ടവാൻ സുദൃഷ്ടശീലാങ്കുലടാമദാകുലാം. പണ്ട് ഗൃഹസ്ഥയാശ്രമിയായി തൻ്റെ ആശ്രമത്തിന് യോജിച്ച ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന അജാമിളൻ എന്നു പേരോടുകൂടിയ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അച്ഛൻ്റെ കൽപ്പനപ്രകാരം പൂക്കളും പഴങ്ങളും സമിത്തുകളും ദർഭകളും ശേഖരിക്കുവാനായി കാട്ടിൽ പോയപ്പോൾ
വ്യാജചേഷ്ടകൾ കൊണ്ട് കണ്ണും കാലുമൊക്കെ കാണിച്ച് ആകർഷിക്കപ്പെട്ട് അന്യനെ വഞ്ചിക്കുന്നവളും മതാലസ്യയുമായ, അല്ലെങ്കിൽ മതം കൊണ്ട് മതിമറക്കുന്നവളുമായ ഒരു വേശ്യയെ കാണുകയുണ്ടായി. ഒരു പുംശ്ചലിയെ കാണുകയുണ്ടായി. പുംശ്ചലി എന്ന് പറഞ്ഞ വേശ്യ കാണുകയുണ്ടായി. സ്വതപ്രശാന്തോപി തഥാഹൃദാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമന് അധർമ്മകാരീ ദശമീ ഭവൻ പുനഃ ദധൗ ഭവൻ നാമയുധേ സുതേരതിം. ഇവിടെ തഥാഹൃദാശയസ്വധർമാൻ എന്ന് ഒന്നിച്ചു വായിക്കുകയാണ്, അല്ലെങ്കിൽ തഥാഹൃദാശയ എന്ന് വിസർഗം ചേർത്തിട്ട് സ്വധർമ്മമുത്സൃജ്യാന്ന്. ഇനി അധർമ്മകാരി ദശമീ ഭവൻ പുനഃദദൗ, പുനർദദൗ ഇറും ഇദ്ദയും വരണം, അല്ലെങ്കിൽ പുനഃ ദദൗ ഭവൻ നാമയുധേ സുതേരതീം എന്ന് വായിക്കണം. ആ അജാമിളൻ പ്രശാന്ത സ്വഭാവിയായിരുന്നു എങ്കിലും ദുഷ്ടയായ അവളുടെ നിയന്ത്രണത്തിലകപ്പെട്ട് അവളുടെ പ്രേരണയാൽ സ്വധർമാനുഷ്ഠാനങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ച് അധർമ്മചാരിയായി ഭവിച്ചു. ആ കുലടയോടൊത്തുള്ള ജീവിതത്തിൽ പുത്രന്മാരുണ്ടാവുകയും വാർദ്ധക്യത്തിലെത്തിയപ്പോൾ ഭഗവൻ നാമധേയത്തോടു കൂടിയ പുത്രനിൽ, അതായത് നാരായണൻ എന്നായിരുന്നു ഇളയ പുത്രൻ്റെ പേര്, അവനിൽ അത്യധികം വാത്സല്യമുള്ളവനായി തീരുകയും ചെയ്തു. സമൃത്യുകാലേ യമരാജ കിങ്കരാൻ ഭയങ്കര സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാ മനാക് സ്മൃതിവാസനാബലാത്. മനാക്ക് ത്വത് സ്മൃതിവാസനാബലാത്. ഭയങ്കരാൻ സ്ത്രീൻ അഭിലക്ഷയൻ, അതാണ് സ്ത്രീനഭിലക്ഷനായത്. അതുപോലെ മനാക്ക് ത്വത്, മനാക്ത്വത് എന്ന് വന്നു. സ്മൃതിവാസന ബലാത്. ജുഹാവ, ബലാത് ജുഹാവ എന്നെടുക്കാം, അല്ലെ ബലാദ് ജുഹാവ, ഇജ വരും അവിടെ. നാരായണ നാമകം സുതം. മരണസമയത്ത് തന്നെ സമീപിച്ച ഭയങ്കര രൂപികളായ 3 യമകിങ്കരന്മാരെ കണ്ട് സംഭീതനായ അജാമിളൻ ചെറുപ്പകാലത്ത് കുറച്ചുനാൾ ചെയ്ത ഭഗവത് ഉപാസനത്തിൻ്റെ വാസനാശക്തി നിമിത്തം നാരായണൻ എന്നു പേരുള്ള തൻ്റെ മകനെ നാരായണ എന്ന് വിളിച്ചത് ഭഗവാനെ അല്ല, സ്വന്തം മകനെയാണ് വിളിച്ചത്. എന്നിട്ടും ദുരാശയസ്യാഭിതദാതോ നിർഗതത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിഭേദുർഭവദീയ പാർഷദാശ്ചതുർഭുജാഃ പീതപടാ മനോഹരാഃ. അജാമിളൻ ദുരാചാരനായിരുന്നെങ്കിലും അവൻ ഉച്ചരിച്ച ഭഗവൻ നാമത്തിൻ്റെ മാഹാത്മ്യം ഒന്നുകൊണ്ട് മാത്രം ചതുർബാഹുക്കളായി പീതാംബരധാരികളായി അതിമനോഹര രൂപികളായിരിക്കുന്ന വിഷ്ണുദൂതന്മാർ അവൻ്റെ മുമ്പിൽ ആവിർഭവിച്ചു. ഭഗവാന്റെ പാർഷദന്മാർ വന്നു എന്ന് പറഞ്ഞാൽ ഭഗവാനെ പോലെ തന്നെയാണ്. ശ്രീവത്സവും കൗസ്തുഭവും ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ ആ ഭഗവാന്റെ പാർഷദന്മാരെ കാണുമ്പോൾ പിന്നെ യമൻ്റെ ദൂതന്മാർ നിൽക്കും അവിടെ, ഇല്ല, അവരോടി പോകും. പിന്നെ ഭഗവാൻ പറഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതുവരെയാണ് നമ്മളുടെ ഇന്നത്തെ നാരായണീയം. ഇത് ഒരു പ്രാവശ്യവും കൂടി വായിക്കാം. അഥ ശ്രീമന്നാരായണീയ ദശകം 22. ഇത് 6ാം സ്കന്ധത്തിലുള്ള കാര്യമാണ്. 1, 2, 3 അധ്യായങ്ങൾ കൊണ്ട് വ്യാസമഹർഷി എഴുതിയത്. ഇവിടെ മേൽപ്പത്തൂർജി 11 ശ്ലോകങ്ങൾ കൊണ്ട് ചുരുക്കി പറയുന്നു. അജാമിളോ നാമ മഹീസുരപുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗ്രഹാശ്രമീ ഗുരോർഗിരാ കാനനമേത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാങ്കുലടാം മദാകുലാം സ്വതപ്രശാന്തോപി തഥാ ഹൃദാശയഃ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനഃ ദധൗ ഭവൻ നാമയുധേ സുതേരതീം സാമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാൻ സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാസ്തോൽസ്മൃതിവാസനാൽ ബലാത് ജുഹാവ നാരായണ നാമകം സുതം
സുതം എന്ന് പറഞ്ഞാൽ മകനെ. ദുരാശയസ്യാപി തദാസ്യ നിർഗതസ്തുതീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോപി ഭേദുർഭവതീയ പാർഷദാഹ ചതുർഭുജാ പീതപടാ മനോഹരാഹ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം വരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി.